മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു ചോറാണ് കബ്സ. കുക്കറിൽ വെറും 2 വിസിൽ മതി, ചോറ് റെഡിയാകും. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കബ്സ കുക്കറിൽ എങ്ങനെയാണ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാമെന്നാണ്. കബ്സ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് നമ്മുടെ കറാമ്പട്ടയില്ലേ, കറാമ്പട്ട കുറച്ച്, അതേപോലെ ഒരു 2 നമ്മുടെ ഗ്രാമ്പൂ, പിന്നെ ഒരു 2-3 ഏലക്ക, ഇത്രയും മതി കേട്ടോ. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ഇട്ടാൽ മതി, എല്ലാം വേണം നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിനെ നമുക്ക് ഈ ഓയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു അത്യാവശ്യം വലിപ്പമുണ്ട് ഒരു സവാള ആട്ടോ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ 1/2 കിലോ ചിക്കൻ കൊണ്ടുള്ള ചോറാണ് ഉണ്ടാക്കുന്നത്. ഒരു 2 ഗ്ലാസ് അരിയും വെച്ചിട്ടാണ്. അപ്പോൾ അതിലേക്ക് ഈ ഒരു സവാള തന്നെ ധാരാളമാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ സവാളേനെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് വഴറ്റിയെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നാലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ കുറേയൊന്നും എടുത്തിട്ടില്ല, ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തതാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ തക്കാളി ആയിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളിയാണെങ്കിൽ ഒറ്റ തക്കാളി തന്നെ മതിയാവും. അതിന് വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഈ തക്കാളി അരിയുന്ന സമയമൊക്കെ ലാഭിക്കാം കേട്ടോ, കാരണം പെട്ടെന്ന് സിമ്പിളല്ലേ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ തക്കാളിയുടെ വെള്ളം ജസ്റ്റ് ഒന്ന് കുറയുന്നത് വരെ നമുക്കൊന്ന് ഇതിൽ വഴറ്റിയിട്ടെടുക്കാം. ഇപ്പോൾ തക്കാളിയുടെ വെള്ളമൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. തക്കാളി അത്യാവശ്യം ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി വേണം നമ്മൾ ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് 1/4 ടേബിൾ സ്പൂണോളം നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ കബ്സ മസാല ഇല്ലേ, അറബിക് സ്പൈസ് മസാല, അതുണ്ടാക്കുന്ന വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കാം കേട്ടോ, നല്ല എളുപ്പമാണ്, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ കാശ്മീരി ചില്ലി ഞാൻ ചേർത്തില്ലേ, അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ മാഗി ക്യൂബല്ലേ, അത് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ മുളക് പൊടി ചേർത്ത് എന്തിനാണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ചേർക്കില്ല, നമ്മൾ കബ്സയൊന്നും ഉണ്ടാക്കുമ്പോൾ ഈ മുളക് പൊടി ചേർക്കില്ല. പക്ഷേ ഈ കാശ്മീരി റെഡ് ചില്ലി നമ്മൾ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ചോറിനൊരു നല്ല ഭംഗിയുള്ളൊരു റെഡ് കളറും കൂടെ വരും. അപ്പോൾ അത് വരാൻ വേണ്ടി മാത്രമായിട്ടോ ഞാൻ ചേർത്തത്, ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ട. പിന്നെ ഞാൻ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കിലോ ചിക്കനാണ്. ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ടുള്ള ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പൊടികളിലേക്ക് പച്ചമണം നന്നായിട്ട് മാറിയ ശേഷം മാത്രമേ ചിക്കൻ ഇടാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഒരു പൊടികളുടെ കുത്തലുണ്ടാകും. അപ്പോൾ അതൊക്കെ മാറിയതിന് ശേഷം ചിക്കൻ ഇട്ടതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 1/2 ഗ്ലാസ് വെള്ളം തന്നെ ധാരാളം കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഈ കുക്കറിൽ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ കുക്കർ അടിച്ചു വെച്ച ശേഷം തീ ഹൈ ഫ്ലെയിമിലിടാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒറ്റ വിസിൽ മതി. ഒറ്റ വിസിൽ വന്നാൽ അപ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അതിൽ ആവിയൊന്ന് പോയ ശേഷം നമ്മൾ ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ അടിച്ചു വെച്ചു. ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരേ ഒരു വിസിൽ. ഇപ്പോൾ നമ്മൾ കുക്കറിൽ ആവിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഒരു വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്താണ്, ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മൾ കുറച്ച് 1/2 ഗ്ലാസ് വെള്ളമല്ലേ ഒഴിച്ചിട്ടുള്ളൂ, പക്ഷേ ഇതിലിപ്പോൾ വെള്ളം കൂടിയിട്ടുണ്ടാകും. ഇപ്പോൾ ഇതിൽ ഏകദേശം 1 ഗ്ലാസോളം വെള്ളം ഉണ്ടാവും കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ ഒരു ഹാഫ് കുക്ക് ആയിട്ടും ഉണ്ടാകും. അപ്പോൾ ഇനി ഞാൻ ഇതിലിപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഉണ്ടാകും. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. 2 ഗ്ലാസ് അരി വേവിക്കാൻ 3 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളത്തിലുണ്ടതും 2 ഗ്ലാസ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ചൂടുണ്ട വെള്ളം തന്നെ വേണ്ട ഒഴിച്ചു കൊടുക്കാൻ. ആദ്യം നമ്മൾ ഒഴിച്ചത് ചൂടുവെള്ളം തന്നെ ആവണമെന്നില്ല, പക്ഷേ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തിളച്ച വെള്ളം തന്നെ ആവണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഉപ്പിട്ട് കൊടുക്കണം, കാരണം ഉപ്പ് എന്തായാലും കുറവായിരിക്കും. പിന്നെ നമുക്ക് ഒരു ഉണക്കനാരങ്ങയും അതേപോലെ തന്നെ കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ 2 പച്ചമുളക് ഇതുപോലെ വെറുതെ അങ്ങ് ഇട്ട് കൊടുക്കുക, അതിൻ്റെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഉപ്പ് ചേർക്കുന്ന കാര്യം മറന്നു പോകരുത് കേട്ടോ, കാരണം നമ്മൾ ആദ്യം ചേർത്ത് ഉപ്പ് ഉണ്ടാവില്ല, പിന്നെ വെള്ളം ഒഴിച്ചു അരി വേവിക്കാണ്ട് ഉപ്പ് അത് ഉണ്ടാവില്ല. ഇനി ഞാൻ ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 2 ഗ്ലാസ് ബസ്മതി റൈസാണ്. ഞാനിതിനെ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുക്കറിൽ ഇനി ഒരു വിസിലും കൂടെ, അത്രയും മതി. അപ്പോഴേക്കും നമ്മുടെ ചോറ് നന്നായിട്ട് റെഡിയാകും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതിൽ നമ്മൾ അടച്ചു വെച്ച ശേഷം കറക്റ്റ് ഒരു വിസിൽ വരണം. ഒരു വിസിൽ വന്നിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. രണ്ടാമത്തെ വിസിൽ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് അതിൽ എയറൊക്കെ പോകണം. ഇപ്പോൾ അതിൽ എയറൊക്കെ പോയിട്ടുണ്ട്. പോയ ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഉണ്ടാകും. നമ്മൾ ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. അപ്പോൾ ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് ഓപ്പൺ ചെയ്ത് ഉടനെ തന്നെ നമ്മൾ തവി എന്തെങ്കിലും വെച്ചിട്ട് ഇത് മിക്സ് ചെയ്യാൻ പോകരുത്. കാരണം അത് ആ ചൂടോടെ മിക്സ് ചെയ്താൽ ചിലപ്പോൾ ഈ അരി ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിൽ നിന്ന് കുറച്ച് ആവിയൊക്കെ ഒന്ന് പോയ ശേഷം നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഈ മുകളിലെ റൈസൊക്കെ കണ്ടോ, ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല, നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.